ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജൂലൈ 14. അപ്പോൾ ഇന്നാണ് നമ്മുടെ PMൻ്റെ എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ടൈം 8:04 ആയിട്ടുണ്ട്. എനിക്ക് ചെറിയ ജലദോഷം കണക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് നോക്കിയൊന്നുമില്ല. സൗണ്ട് അതാണ് കുറച്ച് കിച്ചായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ലൊരു പോൾ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചു എൻ്റെ അടുത്ത് മാർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത മാർക്ക് 56 പാസ്സാവുകയാണെങ്കിൽ, ഫെയിൽ ആവുകയാണെങ്കിൽ എബോവ് 45. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സിദ്ധാർത്ഥ്, ഞാനൊരു ACC ആസ്പിറൻ്റ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഇതും കൂടി പാസ്സാവുകയാണെങ്കിൽ 9 പേപ്പറാണ് കംപ്ലീറ്റ് ആക്കിയെന്ന് പറയാൻ പറ്റുക. റിസൾട്ടൊക്കെ നോക്കുന്നതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഫസ്റ്റ് എക്സാമാണ് എഴുതിയത്, ഭയങ്കര ടെൻഷനാണ്, അതേപോലെ തന്നെ നാളെ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാം. ഇപ്പോൾ ACC ആണെങ്കിലും നമ്മളിപ്പോൾ 16,000 കൊടുക്കുന്നുണ്ടതിനുപരി അത് വെറൊരു എക്സാം മാത്രമാണ്. പിന്നെ എന്തായാലും നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് കാലങ്ങളോളം ഇങ്ങനെ മൂടി പൊതച്ച് കിടന്ന് ഞാൻ കോഴ്സേ ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ഫെയിലായത് 16,000, അതിനിപ്പോൾ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും? അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിപ്പോൾ അടുത്ത പേപ്പർ എഴുതണമെന്നുണ്ടെങ്കിലും ഈ പൈസ കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ ഇത്ര ആലോചിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഫെയിൽ ആവുകയാണെങ്കിൽ SBRന് മാറ്റി വെച്ച എക്സാം ഫീസ് എടുത്തിട്ട് ഇതിനടയ്ക്കും, എന്നിട്ട് SBR പിന്നെ എപ്പോഴും എഴുതും. ആ പ്രശ്നം കഴിഞ്ഞില്ല. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റിനും ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതൊന്നും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇതിനേക്കാളും എത്രയോ വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ചുറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മൾ ഫെയിലായില്ലേ, അവർക്കിപ്പോൾ ഇത് 1-2 ദിവസം ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം മാത്രമായിരിക്കും. ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദം ഡോണ്ട് ഈവൻ കെയർ. അപ്പോൾ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാം ഫെയിലാവുക പാസ്സാവുക ഇതൊക്കെ നമ്മുടെ കയ്യിൽ മാത്രമാണ്. അല്ല ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാനോ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരുപാട് അങ്ങോട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് എൻ്റെ റിസൾട്ട് നോക്കാം. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ എക്സാമിന് 20 മാർക്കോളം അറ്റൻഡ് ചെയ്തിട്ടില്ല. ലൈക്ക് അത് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല, നമ്മുടെ കിറ്റുകളിലും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചു, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഞാൻ മെയിലിലാട്ടോ നോക്കുന്നത്. മെയിൽ നോക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് നോക്കാം. ACC ഡു നോട്ട് റിപ്ലൈ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്കോർ എത്രയെന്ന് കണ്ടാൽ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഇവരെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ അതേ സ്കോർ, കറക്റ്റ് 56. ഒരെണ്ണം അങ്ങോട്ടും മാറിയിട്ടില്ല, ഒരെണ്ണം ഇങ്ങോട്ടും മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ റിസൾട്ട് നേരത്തെ നോക്കി വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്തതാണെന്ന്. പക്ഷേ ആക്ച്വലി ഈ പ്രൊഡക്ഷൻ ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നടത്തിയതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരു ഗസ്സായിരുന്നു. അപ്പോൾ ഏകദേശം പ്രോബിലിറ്റി ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഇതായിരുന്നു കിട്ടാൻ ചാൻസ്. അപ്പോൾ നമുക്ക് 56 തന്നെ കിട്ടി. അങ്ങനെ ഫൈനലി ഞാനും ഒരു ACC ഫൈനലിസ്റ്റായി. എൻ്റെ ഈ ഒരു ജേണി ഞാൻ കേരളത്തിൽ തൊട്ടിട്ടേ വീഡിയോസ് ഇടുന്ന, അന്ന് തൊട്ടേ വീഡിയോസ് കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ഇപ്പോൾ 10K ക്രോസ് ചെയ്ത് 11K ആവാനായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ റിസൾട്ട് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ആ വിഷമം എത്ര ദിവസം നിൽക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുക. ഇന്നൊരു ദിവസം ഉറങ്ങിയും കരഞ്ഞൊക്കെ തീർക്കുക. പക്ഷെ നാളെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ വിഷമിച്ച് ക്ലാസ്സിൽ പോലും പോകാത്ത കുറേ പേര് എനിക്കറിയാം. ഇങ്ങനെ എക്സാം ഫെയിലായി, ഇനി ഫ്രണ്ട്സിനൊക്കെ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണം, 2-3 ദിവസം കിടന്ന് കരഞ്ഞു. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് SBR പേപ്പറാണ്. അലയൻസിൽ ഹബീബ് റഹ്മാൻ സാറാണ്. അപ്പോൾ ഇത് ഇനി സെപ്റ്റംബറിലാണ് എക്സാം. അപ്പോൾ ഞാൻ ഇനി സ്റ്റഡി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് എൻ്റെ ഹോസ്റ്റലിലൊന്നും വലിയ സൗകര്യമില്ല വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും. പിന്നെ എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ ട്രൈപ്പോഡൊക്കെ പിടിച്ചുകൊണ്ടാകാൻ ഭയങ്കര മടിയാണ്. അതാണ് ഇപ്പോൾ കുറേ കാലമായി സ്റ്റഡി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ 10 വയസ്സത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.